ഹായ് ഹലോ ഫ്രണ്ട്സ്, ഹാൻഡ് വർക്ക് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണ് കേട്ടോ ഇത്. എല്ലാവർക്കും ഡിസൈനിങ്ങും അതേപോലെ സ്റ്റിച്ചിങ്ങും ഹാൻഡ് വർക്കും ഒക്കെ തന്നെ ചെയ്യാൻ ഇഷ്ടമാണല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണ് ഞാനിന്ന് ചെയ്തേക്കുന്നത്. ഒരു പ്ലെയിൻ ബ്ലൗസായിരുന്നു കേട്ടോ. ഇതുവരെ ചെയ്തതെല്ലാം ടോപ്പുകളായിരുന്നു. അപ്പോൾ ഇന്ന് വെറൈറ്റിക്ക് ഒരു ബ്ലൗസ് പിടിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഫുള്ള് പ്ലെയിൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ സാരിയാണ് ഇതിന് വേണ്ടിയിട്ട് പെയർ ചെയ്യുന്നുണ്ടായിരുന്നത്. അതിൻ്റെ സൈഡിൽ ഗോൾഡൻ കളർ ബോർഡറും ഒക്കെ ആ ഒരു ടൈപ്പായിരുന്നു. പിന്നെ അതുമല്ല അതിൻ്റെ മെറ്റീരിയൽ ഒരു സിൽക്കി ടൈപ്പ് മെറ്റീരിയലായിരുന്നു. ബ്ലൗസ് വന്നിട്ട് പോളിക്കോട്ടനുമാണ്, ഡബിൾ ഷെയ്ഡിൻ്റെ പോളിക്കോട്ടനാണ് കേട്ടോ. അപ്പം സാരിയായിട്ട് മാച്ച് ചെയ്തിട്ടുള്ളൊരു ആങ്കറിൻ്റെ ത്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ സ്റ്റോണിൻ്റെ ചെയിൻ ബേസ് കൊടുക്കാനായിട്ട് നെക്കിലും സ്ലീവിലും ബേസ് കൊടുക്കാനായിട്ട് സ്റ്റോണിൻ്റെ ചെയിനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് മിറർ വർക്കാണ്. മിറർ ആദ്യം സ്റ്റിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ തീരെ ചെറിയ മിററാണ് കേട്ടോ. എൻ്റെ നേരത്തെ കുറച്ച് മിറർ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. തീരെ ചെറിയ മിററാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്. സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് B7000ൻ്റെ ഗ്ലൂ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ റൈറ്റ് സൈഡിലാണ് കേട്ടോ ഞാൻ വർക്ക് ചെയ്യുന്നത്. കാരണം സാരി ഉടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് കവർ ചെയ്ത് പോകുമല്ലോ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, റൈറ്റ് സൈഡിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നെക്കിനോട് ചേർന്നാണ് ഞാൻ സ്റ്റോണിൻ്റെ ചെയിൻ ഒട്ടിച്ചു കൊടുത്തത്. കാരണം ബോൾ ചെയിൻ ബേസായിട്ട് വെക്കാനില്ലായിരുന്നു. അതുകൊണ്ട് സ്റ്റോണിൻ്റെ ചെയിൻ മാത്രമാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ സ്ലീവിൽ വരുമ്പോഴത്തേക്കും സ്ലീവിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് സ്റ്റോൺ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തത് കേട്ടോ. രണ്ട് സ്ലീവിലും അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ബാക്ക് നെക്ക് വരുമ്പോൾ ബാക്ക് നെക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പാകത്തിന് സ്റ്റോൺ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. കാരണം ബാക്ക് ഫുള്ളായിട്ട് നമ്മൾ കാണുന്നതാണല്ലോ. അതുകൊണ്ട് ബാക്ക് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം നമുക്ക് മിറർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഗ്ലൂ ഇട്ടിട്ട് നമ്മളത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലീവ് രണ്ടും അതേപോലെ തന്നെ മിറർ ഈക്വൽ ഡിസ്റ്റൻസിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ബാക്ക് നെക്ക് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റോൺ ചെയിനും ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ മിറർ ഫുള്ളായിട്ട് നമ്മൾ സ്ലീവിലും നെക്കിലും ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഫുള്ളായിട്ട് കവർ ചെയ്തു. അതിൻ്റെ റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആൻറ്റിക്കിൻ്റെ പേളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അല്ല ഷുഗർ ബീഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മിററിൻ്റെ റൗണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഷുഗർ ബീഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ ഫുള്ളായിട്ട് കവർ ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ അത് ഒട്ടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല. അതുകൊണ്ട് അത് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്തത്. മിററിൻ്റെ ഫുള്ള് ബേസ് റൗണ്ടായിട്ട് നമ്മൾ ഷുഗർ ബീഡ് ചെയ്തെടുത്തു. സ്ലീവിലും അതേപോലെ തന്നെ സെയിം പ്രൊസീജിയർ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
സ്ലീവിൽ വന്നപ്പോഴത്തേക്കും ഞാൻ ഒരു ഗ്യാപ്പിട്ട് ഒരു മിറർ ഗ്യാപ്പിട്ടാണ് ഷുഗർ ബീഡ് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ സെൻറ്ററിൽ വരുന്ന മിററിൽ ഞാൻ ഇതേപോലെ സർദോസി വെച്ചിട്ടാണ് കേട്ടോ വേസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് സർദോസി നമ്മൾ ഈക്വൽ ഡിസ്റ്റൻസിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് സൂചിയിൽ കോർത്തിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഷുഗർ ബീഡ് ചെയ്തെടുത്തതുപോലെ തന്നെ റൗണ്ടായിട്ട് സർദോസിയും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ അതിന് ശേഷം മിററിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ നമ്മുടെ സാരിയുടെ അതേ സെയിം കളർ തന്നെ ആങ്കർ ത്രെഡ് വെച്ചിട്ട് ഒരു ലീഫിൻ്റെ ഷേപ്പിൽ, ലീഫ് ഫ്ലവറോ എന്നൊക്കെ പറയാം, ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 3 ലീഫ് പോലെ വരുന്ന വിധത്തിൽ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ചെയിൻ സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലീഫായിട്ടും അതേപോലെ തന്നെ ഫ്ലവറായിട്ടും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ ആ ഗ്യാപ്പിൽ, അതായത് മിററിൻ്റെ ഗ്യാപ്പിൽ ഫുള്ളായിട്ട് നമ്മൾ അതേപോലെ ഫ്ലവറിൻ്റെ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ആ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു സീക്വൻസും കൂടെ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഒരു ചെറിയ ഗ്ലൈസിങ്ങിന് വേണ്ടിയിട്ട്, അപ്പോൾ അങ്ങനെ ഒരു നോട്ട്സ് പോലെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ഗ്ലൈസിങ്ങും കിട്ടും, കുറച്ചുകൂടെ ഹെവി ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഒരു റെയിൻബോ കളർ സീക്വൻസാണ് കേട്ടോ ആഡ് ചെയ്യാൻ പോകുന്നത്. സെൻറ്റർ ഫ്ലവറിൻ്റെ ആ ഒരു ലീഫ് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലായിട്ട് ഒരു സീക്വൻസ് വീതം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നെക്കിലും അതേപോലെ തന്നെ സ്ലീവിലും ഒക്കെ ഫുള്ളായിട്ട് അതേപോലെ സീക്വൻസ് ചെറിയ രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നല്ല ഹെവി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ബ്ലൗസ്, നല്ല കനമുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.